അതായത് ആദ്യം 2014 നടന്നു, പിന്നീട് 2019, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2024 അതായത് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഓരോ എക്സാമുകൾക്കിടയിലും വന്നിട്ടുണ്ട് അല്ലേ. ആ സമയത്ത് റിസൾട്ട് വന്നില്ലെങ്കിൽ 2014 എക്സാം ജസ്റ്റ് പാസ് ഔട്ട് ആയ ആളുകൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ 2014 ബിടെക് കഴിഞ്ഞ ആളാണെങ്കിൽ 2014, 2015, 16, 17, 18 കഴിഞ്ഞ് 19 എക്സാം നടക്കുന്നത്. ഏതാണ്ട് 5 വർഷം എന്ത് ചെയ്യാണ് നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇയർലി എക്സാമിനേഷൻ ആണെങ്കിൽ ഇൻ കേസ് ഈ ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇയറിൽ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി അവിടെ നിലനിൽക്കുകയാണ്, അവരെ അവസരം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് RRB JEE ഇയർലി എക്സാമിനേഷൻ എന്നുള്ളതിനെ കുറിച്ച്. അതായത് RRB JEE സാധാരണഗതിയിൽ എക്സാംസുകൾ നടത്താറുള്ളത് ഒരു 5 വർഷമൊക്കെ കൂടുന്ന സമയത്തായിരുന്നു അല്ലേ. അതായത് ആദ്യം 2014 നടന്നു, പിന്നീട് 2019, ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2024 അതായത് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഓരോ എക്സാമുകൾക്കിടയിലും വന്നിട്ടുണ്ട് അല്ലേ. സോ അതിൽ നിന്നൊരു വ്യത്യാസം ഇത്തവണ വരാൻ പോവുകയാണ്. അതായത് ഇനി മുതൽ RRB JEE എക്സാംസുകൾ നടക്കാൻ പോകുന്നത് ഇയർലി ആണ്. അതുകൊണ്ട് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്തെല്ലാം ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ ആദ്യം ഡിസഡ്വാൻറ്റേജസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് എന്തായാലും കുറയും, ഉറപ്പല്ലേ. അത് നമ്മൾ ലോജിക്കലി ആലോചിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. വേക്കൻസീസ് എന്തായാലും കുറയാൻ തന്നെയാണ് സാധ്യത അല്ലേ. നമ്പർ ഓഫ് വേക്കൻസീസ് എന്തായാലും കുറയും. കാരണം 5 വർഷത്തേക്കുള്ള വേക്കൻസി ആയിരിക്കുമല്ലോ ഓരോ എക്സാമിനേഷനും വരുന്നുണ്ടാവും അല്ലേ. ഓരോ 5 വർഷത്തേക്കുള്ള വേക്കൻസി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ നോട്ടിഫിക്കേഷനിലും വേക്കൻസീസ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 13,000-ലധികം വേക്കൻസീസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 13,000+ ആണ് 2018 നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള വേക്കൻസീസിനാണ് നടന്നത്. 13,000+ ആണ്. അപ്പോൾ അത്രയും വേക്കൻസി ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇയർലി എക്സാം ആകുന്ന സമയത്ത് വരില്ല എന്നുള്ള കാര്യം കൺഫേം ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഈവൻ RRBയുടെ ALP എക്സാമിനേഷനിലൊക്കെ ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി RRB ALP എക്സാം ഇയർലി തന്നെയാണല്ലോ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരു വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, കുറവായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു അഡ്വാൻറ്റേജ് പറയാന്നുണ്ടെങ്കിൽ ഈ എക്സാമിനേഷനിൽ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും പാസ് ഔട്ട് ആകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു എക്സാമിനേഷൻ കിട്ടുക എന്ന് പറയുന്ന ഒരു ലക്കായിട്ട് മാറുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 2013 ബിടെക് കഴിഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കാം. 2013 ബിടെക് കഴിഞ്ഞ ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം 2014 എന്ത് ചെയ്തിട്ടുണ്ട്, RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2013 ആളുകൾക്കും 14 ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, ആ എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. ഇനി ചിലപ്പോൾ 2014 ആളുകൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ആ സമയത്ത് റിസൾട്ട് വന്നില്ലെങ്കിൽ 2014 എക്സാം ജസ്റ്റ് പാസ് ഔട്ട് ആയ ആളുകൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ 2014 ബിടെക് കഴിഞ്ഞ ആളാണെങ്കിൽ 2014, 2015, 16, 17, 18 കഴിഞ്ഞ് 19 എക്സാം നടക്കുന്നത്. ഏതാണ്ട് 5 വർഷം എന്ത് ചെയ്യാണ്, അവർ വെയിറ്റ് ചെയ്യാണ് ഒരു എക്സാമിനേഷന് വേണ്ടി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 5 വർഷമൊക്കെ ഒരാൾ ജോബില്ലാണ്ട് ആ ഒരു സിംഗിൾ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അവർ ആ സമയം കൊണ്ട് മറ്റേതെങ്കിലും ജോബിൽ കയറിയിട്ടുണ്ടാവും. അതായത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും നൽകാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടർ ജോബിലൊക്കെ പോയിട്ടുണ്ടാവും. ഒരു 5 വർഷത്തൊക്കെ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ എക്സാമിനേഷന് വേണ്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ തന്നെ ചില സ്റ്റുഡൻസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവർ 6 വർഷത്തൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് പഠിക്കാൻ വേണ്ടി തിരിച്ചു വന്ന ആളുകളൊക്കെ ഉണ്ട്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. സോ അത് പോസിബിൾ ആണ്, ബട്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എവ്രി വൺ എന്നുള്ളതാണ്. എല്ലാ സ്റ്റുഡൻസിനും, അതായത് ഓരോ വർഷം പാസ് ഔട്ടായി വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഇതൊരു അവസരമായിട്ട് മാറും. ഇന്ത്യൻ റെയിൽവേയിൽ നിങ്ങൾക്ക് യുവ എൻജിനീയേഴ്സിന് എന്താണ് നല്ല സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇയർലി എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ കാണുന്നൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണ്, നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂവെങ്കിൽ നമ്മൾ ആ വഴിയിലൂടെ തന്നെ പോവും. ഓക്കെ, നമ്മുടെ മുന്നിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരു ബോൾ, നമ്മുടെ കയ്യിൽ ഒരു ബോൾ എന്ത് ചെയ്യാൻ പറയുകയാണ്, ഒരു പോട്ടിലേക്ക് എറിയാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസേ തരുന്നുള്ളെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യും, ആ ഒരു പോട്ടിലേക്ക് നിങ്ങൾ ആ ബോൾ എത്തിക്കും അല്ലേ. എറിയാൻ പറഞ്ഞ് ഞാൻ അതിലേക്ക് കറക്റ്റായിട്ട് എയിം ചെയ്ത് നമ്മൾ അതിലേക്ക് ഇടും.
പക്ഷേ നിങ്ങൾക്കൊരു 10 ചാൻസ് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് അങ്ങ് കാഷ്വലായിട്ട് അങ്ങ് ഇട്ടിട്ട് ശ്രമിച്ചു നോക്കും, വേണമെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലല്ലേ. സോ നമ്മുടെ മുന്നിൽ ഒന്നിലധികം ചാൻസ് എല്ലാ വർഷവും അവസരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ വർഷം പോട്ടെ, നമുക്ക് വേണമെങ്കിൽ അടുത്ത വർഷം നോക്കാം. അടുത്ത വർഷം വിചാരിക്കും ഇത് 2 വർഷമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയും വർഷങ്ങൾ കിടക്കുകയല്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കും അടുത്ത വർഷം നോക്കാമെന്ന്. അപ്പോൾ ആ ഒരു ട്രെൻഡ് വരാൻ സാധ്യതയുണ്ട്. സോ അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു രീതിയിലൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു അവസരം എന്ന് പറയുന്നത് അത് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതിൽ യാതൊരു കോംപ്രമൈസും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാൻ പാടില്ല. ഇനി ഞാൻ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഡിസ്കസ് ചെയ്യാണ്. അതായത് ഇതിലൊരു വലിയ പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഉദാഹരണത്തിന് 2019 എക്സാം നടക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, 2-3 വർഷം ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുന്ന ആ ദിവസം നിങ്ങൾക്കൊരു മോശം ദിവസമാണെങ്കിലോ, നിങ്ങൾക്കൊരു അസുഖം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര എന്ത് ചെയ്തിട്ടുണ്ടല്ല ഹെൽത്തി ആയിട്ടില്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനേഷനിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ഫേവറേറ്റ് അല്ലാത്ത ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ പല തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ആ എക്സാം ഡേ എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനത് പറയാൻ കാരണം, ഞാൻ RRBയുടെ ALP എക്സാം എഴുതിയ സമയത്ത് ഞാൻ എഴുതിയ ഷിഫ്റ്റിലായിരുന്നു അന്ന് നടന്ന എക്സാമിനേഷനിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ വന്നത്. സോ അങ്ങനെയൊക്കെ ഓരോ ഡേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സാമിനേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ എഫക്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ എഫക്റ്റ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ, അത് ഇയർലി എക്സാമിനേഷൻ ആണെങ്കിൽ ഇൻ കേസ് ഈ ഒരു വർഷം കിട്ടിയില്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഇയറിൽ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി അവിടെ നിലനിൽക്കുകയാണ്, അവരെ അവസരം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൽ ഞാൻ കാണുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇയർലി എക്സാമിനേഷന് അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ ആഫ്റ്റർ ഓൾ എന്താണെങ്കിലും റെയിൽവേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇയർലി എക്സാമിനേഷൻ നടക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡ്രോബാക്ക് എന്ന് ഞാനത് പറയില്ല. ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, അത് നിങ്ങൾ ശരിക്കും കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യണം. അതായത് RRB ഇയർലി എക്സാം നടത്തുന്നതോടുകൂടി ഈ എക്സാമിനേഷൻ്റെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹൈ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തുകൊണ്ട് ഹൈ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ വർഷവും പുറത്തിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടിയിട്ട് ഇനി മുതൽ എന്ത് ചെയ്യും, ട്രൈ ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാമിനേഷനിൽ നല്ല വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. സോ അതിനുവേണ്ടി സിൻസിയറായിട്ട് ശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു അവസരം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രാക്ക് ചെയ്തിട്ട് RRB JE എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക. സോ RRB JE എന്ന് പറയുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി അധികം വൈകാൻ സാധ്യതയില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അതായത് RRBയുടെ വേക്കൻസി അസസ്മെൻറ്റും അപ്രൂവലും ഒക്കെ കഴിഞ്ഞ് ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ജൂണിൽ തയ്യാറാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ മുന്നിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ സിൻസിയറായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കേണ്ട സമയമാണ്. ഇനി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഇനിയും കൺഫ്യൂഷൻസുകളുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മൾ മികച്ച അധ്യാപകരോടൊപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ എൻട്രിയുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.